കൊല്ലം കരുനാഗപ്പള്ളിയിലെ പുതിയകാവ് ജംഗ്ഷൻ. സമയം രാവിലെ 11:17. ചുറ്റും നല്ല തിരക്കുണ്ട്. നല്ല തിരക്കോടെ പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പും സമീപത്തുണ്ട്. CCTV ദൃശ്യങ്ങളുടെ സാന്നിധ്യമുണ്ട്. പോലീസ് സ്റ്റേഷന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള പ്രദേശമാണ്. അവിടെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന അരങ്കൊല അരങ്ങേറിയത്. പ്രതികൾ സഞ്ചരിച്ച വാഹനം വലിയ വീതിയില്ലാത്ത ദേശീയപാതയുടെ ഈ ഭാഗത്ത് നിർത്തുന്നു. ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. പിന്നാലെ മാരകായുധങ്ങളുമായി പുറത്തേക്കിറങ്ങി വാഹനത്തിന്റെ ജനാലകളിൽ ആഞ്ഞു വെട്ടുകയാണ്. അവർ ലക്ഷ്യമിട്ട് വന്നത് അലുവ അതുൽ എന്ന പ്രതിയാണ്. അലുവ അതുലിന് വേണ്ടി അവർ തിരച്ചിൽ നടത്തി, ആക്രോശിച്ചു. ഒപ്പം വണ്ടിയിലെ ജനാലകൾ മുഴുവൻ വെട്ടിയ ശേഷമാണ് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തുള്ള ജനാല മുഴുവൻ തല്ലി തകർത്ത ശേഷം അവർ ഉദ്ദേശിച്ച മുഖത്തേക്ക് അവർ എത്തുന്നത്. അലുവ അതുലിനെ ജനലിന് പുറത്തേക്ക് വലിച്ചിടുന്നു. ശേഷം ക്രൂരമായി സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്നത് 2 പേരാണ്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അലുവ അതുലും ഒപ്പം അതേ കേസിലെ കൂട്ടുപ്രതിയായ മനു എന്ന കുക്കുവുമായിരുന്നു. മനുവാണ് ഡ്രൈവിംഗ് സീറ്റിന് നേരെ എതിർവശത്തുള്ള സീറ്റിൽ ഉണ്ടായിരുന്നത്. മനുവിനെ കയ്യിൽ ഇവർ ആഞ്ഞുവെട്ടി. ശേഷം സ്വകാര്യ ആശുപത്രിയിൽ മനു ഇപ്പോൾ ചികിത്സയിലാണ്. പകയ്ക്കു പിന്നിലെ കഥയറിയണമെങ്കിൽ കൃത്യം 1 വർഷം പിന്നിലേക്ക് പോകണം. 2025 മാർച്ച് മാസം. അന്ന് പങ്കജ് മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൊട്ടേഷനും ഏറ്റെടുത്താണ് ഇന്ന് കൊല്ലപ്പെട്ട അലുവ അതുൽ കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്നത്. പണ്ട് വന്ന് ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ. കാണാൻ കിട്ടണമെന്നുള്ള ഒരു വിചാരമില്ലേ ഭഗവാനെ. എന്താ പ്രാവശ്യം ഇതേപോലെ വന്ന് കൊന്നേച്ച് പോയതാണ്. 6 വർഷം നീണ്ട ഗുണ്ടാപ്പകയാണ് സന്തോഷിന്റെ ജീവിതം അവസാനിപ്പിച്ചത്. പുലർച്ചെ 2:15 സന്തോഷിന്റെ വീട്ടിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആദ്യം വൈദ്യുതി വിച്ഛേദിച്ചു. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. വാതിലുകൾ വെട്ടിപ്പൊളിച്ചു. സന്തോഷിന്റെ കാൽ കൂടം ഉപയോഗിച്ച് അടിച്ചു തകർത്തു. സന്തോഷിന്റെ കൈകൾക്കും വെട്ടേറ്റു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് സുഹൃത്ത് രാജീവിനെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. പോലീസുകാരും ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ആംബുലൻസിനകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ കയറ്റുന്നതിന് മുമ്പായിട്ട് പുള്ളി പറയുന്നത് എനിക്ക് ശ്വാസം മുട്ടുണ്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് അവന്മാർ ബോംബ് ഇട്ടിട്ടാണ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിക്കകത്ത് കയറ്റുന്നവരെ ആളൊക്കെ ആയിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ BP എല്ലാം പൾസ് തീരെ കുറഞ്ഞു. പിന്നെ മരണം സ്ഥിരീകരിച്ചിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട സംഘം ഒവാക്കാവിന് സമീപം വെച്ച് സന്തോഷിന്റെ സുഹൃത്തായ അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അലുവ അതുൽ എന്ന് വിളിക്കുന്ന അതുലാണ് തന്നെ വെട്ടിയതെന്നാണ് അനീറിന്റെ മൊഴി. സന്തോഷിനെയും സന്തോഷിന്റെ സുഹൃത്തുക്കളെയും കൊലപ്പെടുത്തുമെന്ന് അതുൽ ഭീഷണിപ്പെടുത്തിയെന്നും അനീർ മൊഴി നൽകി. ആക്രമണങ്ങൾക്ക് ശേഷം പ്രതികൾ മേമന ചാങ്കൂർ മുക്കിലേക്ക് എത്തി. അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ അവർ സഞ്ചരിച്ച ഇന്നോവ കാർ ഉപേക്ഷിച്ചു. പ്രതികളുടെ സമീപം വരെ പോലീസ് എത്തിയെങ്കിലും നിമിഷ നേരത്തിനുള്ളിൽ അക്രമികൾ രക്ഷപ്പെട്ടു. കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു കൊലപാതകം. മേമന സ്വദേശിയായ യുവാവിന്റെ കാർ കന്യാകുമാരിയിൽ പോകാനെന്ന പേരിൽ എടുത്തു. ക്രിമിനൽ കേസ് പ്രതിയായ മേമന സ്വദേശിയുടെ വീട്ടിൽ പ്രതികൾ ഒത്തുകൂടി. 11 മണിവരെ അവിടെ വെച്ച് കൊലപാതകം ആസൂത്രണം ചെയ്തു. സന്തോഷിനെയും സന്തോഷിന്റെ സുഹൃത്തുക്കളായ 3 പേരെയും കൊലപ്പെടുത്താനായിരുന്നു നീക്കം. 2019 സമാനമായ രീതിയിൽ സന്തോഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. 2024 സന്തോഷ് തിരിച്ചും ആക്രമിച്ചു. അതിന്റെ പ്രതികാരമാണ് സന്തോഷിന്റെ ജീവനെടുത്തത്. വളരെ ഞെട്ടലോടുകൂടിയാണ് കരുനാഗപ്പള്ളിക്കാർ സന്തോഷിന്റെ കൊലപാതകം കേൾക്കുന്നത്. തുടക്കത്തിൽ തന്നെ പോലീസിന് പ്രതികളെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമുണ്ടായിരുന്നു. കാര്യം വർഷങ്ങളായി പങ്കജ് മേനോൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവുമായി സന്തോഷിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയാളുടെ സംഘമാകാം ഈ കൊലപാതകം നടത്തിയതെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അങ്ങനെയുള്ള അന്വേഷണത്തിൽ വിവിധ തരത്തിലുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നു. അവസാനം ഒരാളെ അന്ന് വൈകിട്ട് പോലീസ് പിടികൂടുന്നു.
കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ നേരിട്ട് മേൽനോട്ടം നടത്തിയ ഒരു കേസാണിത്. ഇതിന്റെ അന്വേഷണം നടത്തിയത് കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന, അതുപോലെ തന്നെ SHO ബിജു ബി. ഇവരുടെ നേതൃത്വത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രതികളെ പിടികൂടുകയാണ്. പക്ഷേ അന്നേരവും പ്രധാനപ്പെട്ട 2 പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അതിൽ ഒന്നാമത്തേത് ഗൂഢാലോചന നടത്തിയ പങ്കജ് മേനോൻ, രണ്ടാമത്തേത് അതുൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അലുവ അതുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസിന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം നടത്തി. ഇയാൾക്ക് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ആലുവയിലൂടെ സഞ്ചരിക്കുന്നതിനിടെ അലുവ അതുലിനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നത്. എന്നാൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഭാര്യയെയും കുഞ്ഞിനെയും ഒപ്പം തന്നെ കാറും ഉപേക്ഷിച്ച് ഇയാൾ മുങ്ങുകയായിരുന്നു. പങ്കജ് മേനോനെ കണ്ടെത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇയാളെ സഹായിക്കുന്നു എന്ന് സംശയിക്കുന്ന അയാളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അടക്കമുള്ള ഒട്ടേറെ ആൾക്കാരെ ചോദ്യം ചെയ്തു. ചില ആൾക്കാരെ കസ്റ്റഡിയിലെടുത്തു. അവസാനം ഒരു ഗതിയുമില്ലാതെ വന്ന സമയത്താണ് പങ്കജ് മേനോൻ പോലീസിൽ കീഴടങ്ങുന്നത്. 2020 പങ്കജ് മേനോൻ സന്തോഷിനെ ആക്രമിച്ചു. 2024 സന്തോഷിന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി. അതിന്റെ വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകത്തിന് പങ്കജ് മേനോൻ നേതൃത്വം നൽകിയതെന്നാണ് പോലീസിനെ മനസ്സിലാക്കുവാൻ സാധിച്ചത്. പക്ഷേ തനിക്ക് ഈ കേസിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംഭവം നടക്കുന്ന 26-ാം തീയതി രാത്രി 9 മുതൽ 27-ാം തീയതി രാവിലെ 6 മണി വരെ സ്വന്തം വീട്ടിലെ CCTVക്ക് മുന്നിൽ പങ്കജ് മേനോൻ ഇരിക്കുകയായിരുന്നു. ഭാര്യയെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട അലുവ അതുൽ ആദ്യം പോയത് കർണാടകയിലേക്കാണ്. കർണാടക ഹൊസൂരിൽ അയാളെ സഹായിച്ച 2 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവിടെ നിന്ന് അയാൾ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഒളിയിടത്തിൽ ഇരിക്കുന്ന സമയത്താണ് പുലർച്ചയോടുകൂടി പോലീസ് ഈ അലുവ അതുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സന്തോഷിനെ ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയ കേസിൽ 6 പേരാണ് നേരിട്ട് പങ്കെടുത്തത്. മറ്റ് 7 പേർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായി. അവരെ എല്ലാവരെയും പിടികൂടിയിട്ടുണ്ട്. 13 പേരാണ് ഈ കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഒരു മകനെ നിഷ്ഠൂരമായി ഈ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായാലും ഈ കേസുകളിലെ പകയാണ് ഇതിലേക്ക് നയിച്ചത് എന്ന സൂചനയിലാണ് പോലീസ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ 4 പേരാണ് പോലീസിന് സംശയ പട്ടികയിലുള്ളത്. അത് മുൻപ് ചെയ്ത കൊലപാതകവുമായി ബന്ധപ്പെട്ട പകയാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. പ്രതികളിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതികൾ പിടികൂടിയാൽ അവരെ തിരിച്ചറിയാനായാൽ പകയ്ക്ക് പിന്നിലെ കഥ എന്താണെന്നറിയാം. എന്നിരുന്നാലും ഈ കൊലപാതക കളി, നിരത്തിലെ ഈ കൊലക്കളി അത് നിർത്തണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഭയമില്ലാതെ സുരക്ഷിതമായി നടക്കാൻ കഴിയണം, സഞ്ചരിക്കാൻ കഴിയണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പട്ടാപ്പകല് ഇത്രയും പട്ടാപ്പകൽ ആളുടെ മുമ്പ് വെച്ച് ആരും കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. സർക്കാരിലൊരു ഇടപെടൽ ഇതിനകത്ത് വേണ്ടതാണ്. സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാവണം. ഇത് ഇപ്പം ഒരാൾ അങ്ങോട്ട് വെട്ടി പകരം ഒരാൾ ഇങ്ങോട്ട് വെട്ടി ഇത് തുടർച്ചയായിട്ടും ഉണ്ടാവുന്നത് നല്ലൊരു പ്രവണത നല്ലത്. പിന്നെ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു അന്വേഷണം കൊണ്ട് അത് പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് നല്ലൊരു നടപടി സ്വീകരിക്കണം. ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.